നിലമ്പൂർ മൂരിയെ മുഖ്യൻ കണ്ടം വഴി ഓടിച്ചു. അൻവറിന്റെ പിന്നിൽ മലപ്പുറം മാഫിയ. മാപ്രലഹളയ്ക്ക് ശമനം. അങ്ങനെ i2 ന്യൂസ് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ ആ സത്യം മുഖ്യമന്ത്രിക്ക് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് വിളിച്ചു പറയേണ്ടി വന്നു. മലപ്പുറവും കരിപ്പൂരും കേന്ദ്രീകരിച്ച് സ്വർണവും മയക്കുമരുന്നും ഹവാല ഇടപാടുകളും നടത്തുന്ന മാഫിയകളാണ് അൻവർ കാക്കയുടെ പിന്നിലെന്ന്. പോലീസിന്റെ ആത്മവീര്യം തകർക്കുവാൻ വേണ്ടിയാണ് മാഫിയകൾ ഈ പൊട്ടൻ അൻവറിനെ മുന്നിൽ നിർത്തി ADGP അജിത് കുമാറിന്റെ രക്തത്തിനായി കഴിഞ്ഞ 22 ദിവസം കിടന്ന് മുറവിളി കൂട്ടിയതെന്ന്. അൻവറിനെതിരെ അന്വേഷണം വേണമെന്ന ഗവർണറുടെ കത്തിലും കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതും. പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിൻ്റെ കരങ്ങളിൽപ്പെട്ടവർ ഒരു തരത്തിലും അതിൽ സന്തുഷ്ടരായിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. 2022 98 കേസുകളിലായി 79.9 കിലോഗ്രാം സ്വർണം, 23 61 കേസുകളിൽ 48.7 കിലോഗ്രാം സ്വർണം. ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി 87 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ അതെ അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ. അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ. സംസ്ഥാന ചരിത്രത്തിലാദ്യമായാണ് ഒരു ഭരണകക്ഷി MLA ഒരു മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ച് പ്രതിരോധത്തിലാക്കി അയാൾ ഉന്നയിച്ച ആവശ്യങ്ങൾ വിരട്ടി നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്. അതും മാധ്യമ സിൻഡിക്കേറ്റുകളുടെ സഹകരണത്തോടെ. ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിച്ചത് മൂരി വിപ്ലവമെന്നും മാപ്രലഹള എന്നുമാണ്. ഒടുവിൽ അത് അങ്ങനെ തന്നെയാണെന്ന് തെളിഞ്ഞു. അത് അടങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പറഞ്ഞ ആ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ജിഹാദി മാഫിയകൾക്ക് എത്രത്തോളം നഷ്ടം പോലീസിന്റെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ ജിഹാദി മാഫിയകൾ വിലക്കെടുത്ത മാപ്രകളാണ് അൻവറിനൊപ്പം ഇന്ന് മുഖ്യന്റെ പത്രസമ്മേളനം തുടങ്ങുന്നതുവരെ ഈ വിഷയം ആളിക്കത്തിച്ചു നിർത്തിയത്. പിണറായിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുവാനായി ഇന്ന് രാവിലെ മുതൽ നിലമ്പൂർ മൂരി കൂത്തു തുടങ്ങിയിരുന്നു. കാട്ടുകള്ളന്മാരുടെ ചാനലും രാവിലെ മുതൽ തന്നെ ADGP അജിത് കുമാറിനെ ചെത്തിക്കളയും എന്ന മട്ടിൽ വ്യാജവാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടുവരുന്നു. ജിഹാദി ഫണ്ട് മേടിച്ചവരെല്ലാം മൂരിയുടെ കൂത്ത് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. എന്നാൽ അൻവറിന്റെ പുലമ്പലുകൾക്ക് യാതൊരു വിലയും മുഖ്യമന്ത്രി കൽപ്പിച്ചില്ല എന്നതിന് ഉദാഹരണമാണ് തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂറോളം പിണറായി സംസാരിച്ചു കൊണ്ടിരുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ നൽകിയ വാർത്തകളെ കുറ്റപ്പെടുത്തിയാണ്.
ഏറ്റവും ഒടുവിലായിയാണ് അൻവറിന്റെ ആരോപണങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. അൻവറിന്റെ ഉണ്ടയില്ലാ വെടിയല്ലാതെ വേറൊന്നും കയ്യിൽ ഇല്ലാതിരുന്ന മാധ്യമപ്രവർത്തകർക്ക് പിണറായി പറയുന്നത് കേട്ടിരിക്കുക മാത്രമേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ ഇന്ന് സാധാരണ കാണുന്നതിലും ഊർജ്ജസ്വലനായും കോൺഫിഡന്റായും കാണപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായും സഭ്യമായും ശ്രദ്ധിച്ചും അദ്ദേഹം മറുപടി കൊടുത്തു. മുഖ്യന്റെ പത്രസമ്മേളനം 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്നു. നിലമ്പൂർ മൂരിയെ വലിച്ചു കീറുവാനുള്ള ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ രത്നചുരുക്കം ഇതാണ്. അൻവറുടെ ആരോപണങ്ങൾക്ക് പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്ന സന്ദേശം നൽകുവാനായി ആദ്യ 1 മണിക്കൂർ വയനാട് ദുരന്തത്തിൽ സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച കണക്കുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിച്ചു. പിന്നീട് ചോദിച്ചത് കൊണ്ട് വേണമെങ്കിൽ പറയാം എന്ന ഭാവത്തിൽ ഞാൻ എങ്ങും ഓടിപ്പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന ഭാവത്തിൽ അൻവറിന്റെ ആരോപണങ്ങളുമായി ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു. ഒരൊറ്റ മാധ്യമപ്രവർത്തകനും കാതലായ ഒരു ചോദ്യവും ചോദിച്ച് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുവാൻ സാധിച്ചില്ല. ADGP അജിത് കുമാറിനെ മാറ്റുമോ എന്ന ചോദ്യത്തിന് മുഖ്യന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തു നിന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണോ ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയും ഇപ്രകാരമായിരുന്നു. അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ, അത് മനസ്സിലാക്കണം. അതുപോലെ അൻവറിന്റെ ശൈലിയോടുള്ള മുഖ്യന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അൻവർ പറയുന്നില്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന്. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം. ഇതിപ്പോൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി. അന്നും അദ്ദേഹത്തെ കണ്ടു. ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്, അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ്. അതിനുശേഷം 3-ാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ 3-ാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, നിവേദനം തന്നു. ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്, അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. അതുപോലെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരുടെ പേരിലും നടപടിയെടുക്കുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്ന് മുഖ്യൻ തെളിമയോടെ വെളിപ്പെടുത്തി. പിണറായി വിജയന്റെ ചെയ്തികളോടും ശൈലികളോടും വളരെയേറെ വിയോജിപ്പുള്ളവരാണ് ഞങ്ങളത് പ്രകടിപ്പിക്കാറുമുണ്ട്. എന്നാൽ മൂരി മാപ്രലഹളയോടുള്ള പിണറായിയുടെ സമീപനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം
ഇത്രയും സംഘടിതമായി ആസൂത്രിതമായി ജിഹാദി മാഫിയകളും മാധ്യമ സിൻഡിക്കേറ്റുകളും ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചില നീർക്കോലുകളും സഖ്യം ചേർന്ന് ഒരു കൊടും ക്രിമിനലിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കുവാൻ കൊള്ളാത്ത ഒരു തീവട്ടിയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കി അവരുടെ കാര്യം നേടുവാൻ നോക്കുക. പിണറായി ഇവന്മാരുടെ ഭീഷണിക്ക് വശംവദനായി ഒരു ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മാറ്റിയാലുണ്ടായിരുന്ന അവസ്ഥ എന്താകുമായിരുന്നു? ഇതിൽ ഈ സഖ്യം വിജയിച്ചിരുന്നുവെങ്കിൽ അടുത്തത് എന്താകുമായിരുന്നു? പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ADGP അജിത് കുമാറും ഒന്നും പരിശുദ്ധന്മാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഒരു ക്രിമിനൽ ഇറങ്ങി സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചടക്കുന്നത് പോലൊരു പരിപാടി നടത്തിയാൽ അതിനോട് നമുക്ക് യോജിക്കുവാൻ സാധിക്കില്ല. പത്രസമ്മേളനത്തിന്റെ കാര്യപ്രസക്തമായ ഭാഗങ്ങളുടെ തുടർച്ച കണ്ടാലും ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല. ഇവിടെ എന്താ ചെയ്തത്? അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ SPയെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി SPയെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു. അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരോപണ വിധേയർ ആര് എന്തല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത്. എൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർക്കശമായ നടപടിയിലേക്കും സർക്കാർ കടക്കും. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത്. പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി. ആരാ? സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖംതിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങൾ. ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബാക്കി അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ഇത് നാട് അറിയേണ്ടതായിട്ടുണ്ട്. 2023 ഡാൻസ് ഓഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം.
ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത്. പിടികൂടിയത് 1200 ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് 950 ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം. സ്ഫോടനാത്മകമായ വാർത്തയല്ലേ? 1200 ഗ്രാം പിടികൂടി, കോടതിയിലെത്തുമ്പോൾ വെറും 950 ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി 250 ഗ്രാം എവിടെ പോയി? അതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. അപ്പോൾ അതിൽ ഒരു വിശദീകരണം വരുന്നത് 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് 2023 17, 2022 വർഷത്തിൽ 27, 2024 6 കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത്. സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ബന്ധവസ്സിലെടുക്കുന്നതും. അതായത് സ്വകാര്യമായിട്ടല്ല, ആരൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ധവസ്സിലെടുക്കലും ഒക്കെ. ഈ റിപ്പോർട്ട് പ്രകാരം 2022, 2023, 2024 വർഷങ്ങളിൽ 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയായി വ്യത്യാസം? ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ്. അത് നേരെ സ്വർണ്ണാട വെക്കുകയല്ല, അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം. ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം. വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത്. ഈ പാൻറ്റിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൂക്കമാണ് കാണിക്കുക. അപ്പോൾ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം, അതിൻ്റെ തൂക്കമാണ് പിന്നെ കാണിക്കുന്നത്. ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം. ഉദാഹരണത്തിന് 2022 ആഗസ്റ്റ് 8 പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത്. കട്ടിയായിട്ടല്ല, വെറുതെ ബിസ്ക്കറ്റായിട്ടല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുക. വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ 1519 ഗ്രാം. വസ്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ 978.85 ഗ്രാം. ഇതാണ് വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിന് ശേഷം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ച് കൊണ്ടുവരുന്നു. അതറിയാലോ എങ്ങനെയാണ്. പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത്. ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സ്യൂളിൻ്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ്, എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ്. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല. ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിൻ്റെ മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത്. അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, അതിന് പിടികൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല. പോലീസിനെ പിന്മാറ്റണം എന്നുദ്ദേശിക്കുന്നവരുണ്ടാവും, അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത്. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മേലെ കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട,
ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇന്നത്തെ പോലെ ഒരാൾ, അതായത് ഭരണകക്ഷി MLA ഇങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് പറയുന്നതിനെ അത് ശരിയാണോ എന്ന് പറയാമോ? മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയാണ്. അദ്ദേഹം ഒരു പരാതി പറഞ്ഞു, പരാതി തന്നെ പിന്നെ തന്നു. ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടിയുണ്ടാവും. പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം, അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷെ പറയണം, അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. MR അജിത്കുമാറിനെതിരെ അങ്ങ് നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങയെ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദുഷ്ടലാക്കോടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ADGP MR അജിത്കുമാറുമായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഇവിധം സംരക്ഷിക്കുന്നത്? എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. കാരണം വഴിവിട്ട് നടക്കുന്നൊരു ശീലമുണ്ടയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല. എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അത് മാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ, അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്നത്. പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല. അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇയാളെയൊക്കെ സഹായിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. അവരൊക്കെ CM ഓഫീസാണ്, CM ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. ദുർബലമാക്കാനാണോ ഈ ശ്രമിക്കുന്നത്? ആവർത്തിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹം വീണ്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നിരന്തരമായ അദ്ദേഹത്തിന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ഫോൺ ചോർത്തലിന്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ഉന്നയിച്ച കാര്യം പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാമല്ലോ. ആരോപണത്തെക്കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല. അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായി അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത്. അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല, കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.